ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മളൊരു 30 ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാര്യം ഇത്രയും ദിവസം മുടങ്ങാതെ കറക്റ്റായിട്ട് മോർണിംഗ് 8 AM എന്നുള്ളൊരു സമയത്ത് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡോണ്ട് വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്, ക്രിയേറ്റ് ഇറ്റ് നൗ. അതായത് നമ്മളെല്ലാവരും വിചാരിക്കും നമ്മളെ ലൈഫിൽ രക്ഷപ്പെടുത്താൻ ആരാണ്ടോ വരും, അവർ വരുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ തരും, അല്ലെ നമ്മളെ പൈസ ഉള്ള ആരെങ്കിലും മീൻസ് ഈവൻ ബന്ധുക്കളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എന്നെ അവർ സഹായിക്കും. എനിക്കൊരു ജോലി, ഞാൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു ജോലി അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു, അപ്പം അവർ എന്നെ നോക്കിക്കോളും. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ വേറൊരാൾ വന്ന് നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ നിർത്തിക്കോ. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളാൽ കഴിയുന്നത് എന്താണോ ആ ഒരു സ്റ്റെപ്പ് ഇന്നെടുക്കുക. ഇപ്പം എൻ്റെ ലൈഫിലും ഈ പറഞ്ഞ പോലെ ഞാനും വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ആരെങ്കിലും ഒക്കെ വന്ന് ഹെൽപ്പ് ചെയ്യും, അത് ഫിനാൻഷ്യലി ആണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും. പക്ഷെ അത് റിയാലിറ്റിയിലോട്ട് എത്തിയപ്പം അങ്ങനെ ആരും വരാനില്ല. നമുക്ക് വേണ്ടത് നമ്മൾ ഇന്ന് ഉണ്ടാക്കി അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു റിയലൈസേഷനിലോട്ട് എത്തിയ ഒരു സ്റ്റോറി ബേസ്ഡ് ഓൺ അത് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളുമാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമുക്കിപ്പം പഠിച്ചു. ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചാണ്, ഞാൻ BCom ആയിരുന്നു ഡിഗ്രി, ദെൻ ഞാൻ MBA എടുത്തു, MCom എടുത്തു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലല്ല ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ എനിക്ക് അവർ ജോലി ശരിയാക്കി തരും, എനിക്കിത് ശരിയാവും. ആ ഒരു ടൈമിൽ ഞാൻ അത് വിചാരിച്ചു വെച്ചിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ കാര്യങ്ങളും എടുത്തില്ല. കാര്യം എന്താ, മൈൻഡിലുണ്ടായിരുന്നു ഓക്കെ അവരെന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. കാലം പോയി, കുറേ കാലമായി, ഒന്നും ആയില്ല. എനിക്ക് നിർബന്ധമായിരുന്നു ഞാൻ പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് ജോലിക്ക് കയറണമെന്ന്. ഹോപ്പ്ഫുള്ളി അത് എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് അറ്റ് ദ എൻഡ് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ജോലിക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിച്ചു എനിക്കിതിലും ബെറ്റർ ആയിട്ടൊരു ജോലി അവർ ശരിയാക്കി തരും എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ നിന്നിരുന്നു. പക്ഷെ ആരും വന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ എഫേർട്ട് എടുത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് അടുത്തൊരു ജോലി എന്നുള്ള രീതിക്ക് പോകാൻ പറ്റിയത്. നമ്മൾ ഒരു രീതിയിലും ഒരു എഫേർട്ടും എടുക്കാതെ എന്നെ ആരെങ്കിലും രക്ഷിക്കും, എനിക്ക് ആരെങ്കിലും പൈസ കൊണ്ട് തരും, അങ്ങനെ വിചാരിച്ചിരുന്നാൽ നമ്മളെ ജീവിതകാലം മൊത്തം അവിടെ ഇരിക്കത്തേ ഉള്ളൂ. റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കും. നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റി എന്താണോ, അല്ലെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന എന്താണോ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇന്നേ ചെയ്തു തുടങ്ങുക. ഓക്കെ, ഈവൻ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കൊരു ഡിഗ്രി PG ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ജോലി കിട്ടണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് കുറേ സ്കില്ലുകൾ ആവശ്യമാണ്. ആ സ്കില്ലുകൾ പല കോഴ്സുകളുടെ രൂപത്തിൽ അവൈലബിൾ ആണ്. പെയ്ഡ് ഉണ്ട്, അൺപെയ്ഡ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഏത് സ്കില്ലാണോ നമ്മൾ പഠിച്ച ഇതുമായിട്ട് മാച്ചായി പോകണത്, അതിനകത്തുള്ള സ്കില്ലുകൾ പഠിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സസ് അത് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നേ തുടങ്ങണം. ഈവൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം, വീഡിയോസ് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരുപാട് പേരിൽ ഒരു 10% അല്ലെ ഒരു 20% ആൾക്കാർ വിചാരിച്ചേക്കുന്നത് എന്താ, എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഇല്ല, എൻ്റെ കയ്യിൽ മൈക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ എനിക്ക് റിംഗ് ലൈറ്റ് ഇല്ല, എനിക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഇസ്തറ്റിക് വൈബുള്ള ഒരു റൂമില്ല, എൻ്റെ വീട് ഇങ്ങനെയാണ്. അങ്ങനെ ഒരു അപകർഷതാബോധം സ്വയമേ ഉണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും ഇല്ലാണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടോ, അതായത് പറഞ്ഞ പോലെ ഞാൻ ആദ്യ സമയങ്ങളിൽ വീഡിയോ എടുത്തോണ്ടിരുന്നത്, ഈവൻ ഇപ്പോഴാണെങ്കിൽ പോലും എനിക്കിപ്പം ഞാനിത് ഓഫീസാണ്, അപ്പോൾ എനിക്ക് ഇവിടെ ആണെങ്കിൽ പോലും എനിക്ക് ഒരു ട്രൈപോഡ് കൊണ്ടുവന്ന് വീഡിയോ എടുക്കാനുള്ള ഇതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അന്നും ചെയ്തുകൊണ്ടിരുന്നത് എന്തെന്നാ, 2-3 ബുക്ക് കയറ്റി വെച്ച് അതിൻ്റെ മുകളിൽ ഇച്ചിരി കട്ടിയുള്ള എന്തെങ്കിലും ഫോൺ മറിഞ്ഞു പോകാത്ത രീതിയിൽ വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ് ടൈമിൽ എടുത്തോണ്ടിരുന്നത്. അതേപോലെ തന്നെ മൈക്കിന്റെ കാര്യത്തിൽ ഇതേപോലെ കുറേ കൺഫ്യൂഷൻസ് ആയിരുന്നു. എല്ലാം റേറ്റ് കൂടുതൽ എങ്ങനെ മേടിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന സമയമുണ്ട്. എന്നാൽ പോലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ബഹളങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, വീട്ടിലാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ അന്ന് വിചാരിച്ച ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ പറഞ്ഞ 620 സബ്സ്ക്രൈബേഴ്സ് പോലും എനിക്ക് ഇന്ന് ഉണ്ടാവില്ലായിരുന്നു, അങ്ങനെ നോക്കി ഞാൻ ഇരുന്നിരുന്നെങ്കിൽ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ അങ്ങനെ വിഷമങ്ങളോ എന്തെങ്കിലും വിചാരിച്ചു വെച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊന്നും അല്ല കാര്യം. നമ്മൾ ഇടുന്ന വീഡിയോയുടെ കണ്ടന്റിന്റെ ക്വാളിറ്റിയിലാണ് കാര്യം. ഓക്കെ, അത് നമ്മൾ എങ്ങനെ ഡെലിവറി ചെയ്യുന്നു, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ഇതിലൊക്കെയാണ് കാര്യം. അല്ലാതെ ബാക്ക്ഗ്രൗണ്ട്
മൈക്ക്, റിംഗ് ലൈറ്റ്, ഇതിലൊന്നും അല്ല കാര്യം. വൃത്തിയായിട്ടൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ടിങ് ട്രബിൾ ആയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, റൈറ്റ് ടൈമാണ്. നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ, ഒന്നും വിചാരിക്കണ്ട. ഇനി ഫിനാൻഷ്യലി ആണെങ്കിൽ നമുക്കിപ്പം ഞാൻ പറയണത്, നമ്മൾ ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. ബ്ലൈൻഡ് ആയിട്ട് ഒറ്റ മനുഷ്യനെ, അച്ഛനും അമ്മയും അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഒറ്റ മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യരുത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരായിരിക്കും മേ ബി എല്ലാവരും. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്ന് കടം ചോദിക്കുമ്പോഴേ ഞാൻ എടുത്ത് പൈസ കൊടുക്കും, കിട്ടുമെന്ന വിശ്വാസത്തിൽ. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്നും വിചാരിക്കത്തില്ല, ഓക്കെ എൻ്റെ ഫ്രണ്ട് അല്ലേ ചോദിച്ചതെന്ന് വിചാരിച്ച് കൊടുക്കും. പിന്നീട് ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഇല്ല. നേരെ മറിച്ച് ഞാനൊരു എന്താ പറയുക, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോഴത്തേനും ആരുടെയും കയ്യിലെടുക്കാനില്ല. മാക്സിമം നമ്മൾ കടം മേടിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. അതിൽ നമ്മൾ 50-20 ആ ഒരു റൂള് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ കടം മേടിക്കുക എന്നുള്ള ആ ഒരു പരിപാടി അങ്ങ് മാറി നിൽക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് വേണ്ട ഫണ്ട്, നമുക്ക് കിട്ടുന്ന സാലറിന്ന് എമർജൻസി ഫണ്ട് എന്നും പറഞ്ഞ് മാറ്റി വെക്കുക കുറച്ച് എമൗണ്ട്. ഇനി ഇത് കാണുന്ന ഏതിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർ വിചാരിക്കും എനിക്ക് സാലറി ഇല്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും, ഈ എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കാൻ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ എമൗണ്ടുകൾ ഉണ്ടാവില്ലേ, അതായത് ഇപ്പോൾ പോക്കറ്റ് മണി എന്ന രീതിയിലോ അല്ലെ വിഷു കൈനീട്ടത്തിന് അന്ന് കിട്ടിയ ഏതെങ്കിലും ചെറിയ ചെറിയ എമൗണ്ടുകൾ 10 രൂപയോ 20 രൂപയോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആ 10 രൂപയിൽ നിന്ന് 5 രൂപ നിങ്ങൾ എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുക. ഓക്കെ, ഇപ്പോഴേ ആ ശീലം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര നല്ലതായിരിക്കും. അതിപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാകത്തില്ല. നമുക്ക് അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്കത് എത്രത്തോളം അന്ന് ചെയ്തത് നന്നായി എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം നോട്ടീസ് ചെയ്യുക. പിന്നെ ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. അതായത് ഒരു വ്യക്തി, ആ വ്യക്തി ഒരു കടൽക്കര എന്നൊക്കെ വേണം പറയാം, കടൽക്കര ആറോ എന്തേലും അതിൻ്റെ അവിടെ നിൽക്കുകയാണ്. അക്കരെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു നദിയുടെ തീരത്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അയാളുടെ അപ്പുറം, അതായത് ഈ നദിയുടെ അപ്പുറം എന്ന് പറയുന്ന അയാളുടെ ഡ്രീം ലൈഫാണ്. അവിടെയാണ് അയാൾക്ക് പോകേണ്ടത്. ഈ നദി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ആഴമുണ്ട്, നല്ല വേവ്സ് വരുന്നുണ്ട്. അതുപോലെ കുറേ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇയാൾക്ക് അപ്പുറം എത്താൻ പറ്റത്തുള്ളൂ. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ വെയിറ്റ് ചെയ്തു, ഇയാൾക്കൊരു ബോട്ട് വരും, ആ ബോട്ടിൽ ഇയാളെ കയറി അപ്പുറം എത്തിക്കും എന്നുള്ള രീതിയിൽ ഇയാൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. 1 ദിവസം വെയിറ്റ് ചെയ്തു, 2 ദിവസം വെയിറ്റ് ചെയ്തു. അപ്പോൾ അതുവഴി വന്നൊരു പുള്ളി എന്നോട് ചോദിച്ചു, എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഡ്രീം ലൈഫ് ഇതാ കാണുന്നതാണ്, എനിക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്, പക്ഷേ ഈ നദി മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് വരണം, അപ്പോൾ ബോട്ടിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒരു വൃദ്ധനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഇയാൾ പറഞ്ഞു, നിനക്ക് ധൈര്യമാണില്ലാത്തത്, അല്ലാതെ നീ ഇത് വേറൊന്നല്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പോവുക, അല്ലാതെ ബോട്ടും കാര്യങ്ങളും നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഇതിപ്പോൾ 2 ദിവസമായി, ഇപ്പം തന്നെ വൈകി എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ ചോദിച്ചു, ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? നിനക്ക് വേണം എന്നാണ്, നിന്റെ ഡ്രീം ലൈഫ് അതാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ വൃദ്ധൻ അങ്ങ് പോയി. ഇയാൾ എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല, വെള്ളത്തിലോട്ട് പയ്യെ അങ്ങ് ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല തിരമാലകൾ വരുന്നുണ്ടായിരുന്നു, നല്ല ആഴം ഉണ്ടായിരുന്നു. അയാൾക്ക് അത് നീന്തി കിടക്കുക എന്നുള്ള നല്ല സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, അയാൾ പതിയെ പതിയെ നീന്തി അയാൾ അപ്പുറം എത്തി. അപ്പോൾ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് എന്ത് വേണം എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, അവിടെ റൈറ്റ് ഓപ്പർച്യൂണിറ്റി അതുപോലെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരണം എന്നൊന്നുമില്ല. ഈ സാഹചര്യങ്ങളെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും, ഒരു ഉറപ്പായിട്ടും ഉണ്ടാവും. അതേത് രീതിയിൽ നിന്നല്ല, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ 100% എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. സോ ആ ഒരു റിസൾട്ടിനെ ഫോക്കസ് ചെയ്ത് പോവാണ്ട് നമ്മളിപ്പോൾ ചെയ്യാനുള്ള കാര്യം ഇപ്പം തന്നെ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് മടി വരുന്ന കേസുകൾ വരാറുണ്ട്. എനിക്കിന്ന് ചെയ്യാൻ പോകില്ല, പോട്ടെ, അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഒരു ചെറിയ ടിപ്പാണ്, രാവിലെ ഇപ്പോൾ എഴുന്നേൽക്കുമ്പോഴത്തേനും 6 മണി അല്ലെ 5 മണിക്ക് അലാറം വെച്ചു, നല്ല മഴയൊക്കെയാണ്, കുറച്ചുകൂടെ ഒന്ന് സ്നൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് കിടക്കാം, അങ്ങനെ തോന്നുന്ന സമയത്ത് ജസ്റ്റ് മൈൻഡിൽ 5 4 3 2 1 1 കേൾക്കുമ്പോഴത്തേനും ചാടി എഴുന്നേൽക്കുക. ഇതൊരു ചെറിയ ടെക്നിക്കാണ് കേട്ടോ.
അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് മടി വരുന്നോ ഈ ഒരു സാധനം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി. 5 4 3 2 1. ആ 1ൽ നമ്മൾ ഏറ്റിരിക്കണം. എന്താണ് ചെയ്യേണ്ടത് ചെയ്യാൻ പോയിരിക്കണം. ഈ ഒരു ട്രിക്കാണിത്. ആക്ച്വലി ഇതും കൂടെ ഒന്ന് ട്രൈ നോക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.